ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് തിരിച്ചു വന്നിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ ഒരു വില്ലേജ് ആയാലും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ തിരിച്ചു വന്നു. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഞാൻ ഇവിടെ നിൽക്കുന്ന ബാക്ക് നമ്മുടെ വീടിൻ്റെ പുറവശമാണ് നമ്മുടെ വില്ലേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്കിനി പോവാം അങ്ങോട്ടൊക്കെ. എന്തായാലും ഇവിടെ നമ്മൾ ചെറുതായിട്ട് പാത്തൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ മണ്ടയിൽ കുറേ ഈ സ്ലാബിലല്ലോ നമ്മൾ പ്ലാങ്കൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അത്യാവശ്യം ഫുള്ള് പണി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ. പിന്നെ കുറച്ച് പാത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് സാൻഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഗ്ലാസ് കാര്യം വെക്കണം. ഇപ്പം നമ്മൾ പോകുന്ന പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാൻഡ് മൈൻ ചെയ്യാനാണ്. സാൻഡ് ഇവിടെ നമ്മുടെ തൊട്ടടുത്താണ്ട അങ്ങാടെ പോകണ്ട. ഇവിടെ നമ്മുടെ വീറ്റൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഈ ഒരു എപ്പിസോഡും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ ഈ 1.12 എന്ന് പറയും ഓൾഡ് വെർഷനിൽ കളിക്കുന്നത്. ഇനി തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1.20.1 ആക്കാൻ പോവാണ്. എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് സാൻഡൊക്കെ ഉണ്ട്. കുറച്ച് സാൻഡ് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്താൽ ഒരു അറസ്റ്റാക്കാണ് എടുക്കുക നമുക്ക്. എന്തായാലും ഇവിടെ നമുക്ക് മൈൻഡ് ചെയ്യാം. എന്തായാലും നമ്മൾ ഈ വെർഷനോട് മാറ്റുന്നതായിരിക്കും. ഒരു 1.20 നമ്മളൊന്ന് ആക്കുമായിരിക്കും ചിലപ്പം. കാരണം ഇതിക്ക് നമ്മൾ ഒന്നുമില്ല ഇതിനകത്തില്ല, വേണ്ട ഒരു കാര്യമില്ല ഇതിനകത്തില്ല. നമ്മളെന്തായാലും മാറ്റും. എന്തായാലും ഇവിടെ ഉള്ള ഇതൊക്കെ മൈൻഡ് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഏതാണ്ട് നമ്മളെ ഇതും ചെയ്തിട്ടുണ്ട്. കുറച്ച് 33 ഒരു അരസ്റ്റാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അരസ്റ്റാക്കണമെന്നുള്ള 33 അതിന് 33 സാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്ന് തന്നെ നമുക്ക് പോയി ഫർണസ് ഇട്ട് നമുക്കത് ഗ്ലാസ് ആക്കാം ഗൈസ്. നമ്മൾ ഓക്കെ, നമ്മുടെ 5 കോളുണ്ട്. നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടൊന്ന് സ്മെൽറ്റ് ചെയ്യാം ഗൈസ് ഫർണസിലോട്ട് വെച്ച്. എന്തായാലും കുറച്ച് അയൺ നമുക്ക് അതിനെപ്പിച്ചോടി കിട്ടിയായിരുന്നു. കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ ഒരു പിക്കാക്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഒന്ന് പറയാം, ഞാൻ ചെയ്യാം ഗൈസ്. എന്തായാലും നമുക്കത് കുക്ക് ആവട്ടെ അവിടെ ഇരുന്ന്, അല്ല സ്മെൽറ്റ് ആവട്ടെ അവിടെ ഇരുന്ന്. ഓക്കെ, നമ്മുടെ ഉള്ള ഗ്ലാസ് എല്ലാം സ്മെൽറ്റ് ആയി നമ്മളത് പ്ലെയിൻ ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. എന്തായാലും വെച്ച് ഇത് കണ്ടോ, നമ്മുടെ ഗ്ലാസിൻ്റെ ഇത് തന്നെ കണ്ടോ, ഒരുമാതിരി അതിൻ്റെ ടെക്സ്ചർ തന്നെ വേറെ, ഇത് തന്നെ ഓൾഡ് വെർഷനാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫൈനൽ പണി നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് വയ്ക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് വയ്ക്കുക, കുഴപ്പമൊന്നുമില്ല. നേരത്തെ കണക്ക് തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും കുറച്ച് പരിപാടി കൊണ്ട് ചെയ്യാനുണ്ട്, അതുകൂടെ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ വീട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഒരുപാട് എക്സ്പേർട്ട് ഒന്നുമില്ല വീട് വയ്ക്കുന്നതിൽ. എന്തായാലും നമുക്കിനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോകാൻ കഴിയും. ഓക്കെ, നമ്മളിവിടെ 2 ഡബിൾ ചെസ്റ്റ് നമ്മളിവിടെ ക്രാഫ്റ്റ് വയ്ക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഇപ്പോൾ നമുക്ക് സ്റ്റോറേജിൻ്റെ അതൊന്നും ആവശ്യമില്ല. പക്ഷേ 2 ചെസ്റ്റ് എന്തായാലും വേണമല്ലോ. 2 ഡബിൾ വലിയ ചെസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും അപ്പുറത്ത് പൊട്ടിച്ചുകൊണ്ട് വയ്ക്കണം. പിന്നെ സ്റ്റോൺ പൊട്ടി. എന്ത് സ്റ്റോണോടെ പൊട്ടി. എന്തായാലും ഈ സ്റ്റോൺ എടുത്ത് തിരിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഫർണസും കൊണ്ട് നമുക്ക് അപ്പുറത്തുകൊണ്ട് ഫർണസും പൊട്ടിച്ച് നമുക്ക് ഇനി അപ്പുറത്ത് വെക്കാം. പിന്നെ ബെഡും പൊട്ടിച്ച് ബെഡ് വിട്ടിരുന്നാൽ മതിയോ, എന്തായാലും എല്ലാം അപ്പുറത്ത് കൊണ്ട് വയ്ക്കാം ഗൈസ്. പക്ഷെ നമ്മൾ കഴിഞ്ഞോട്ട് നമ്മൾ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട് തപ്പിപ്പോയപ്പോൾ നമുക്ക് വില്ലേജ് കിട്ടിയായിരുന്നു. ഈ വീട് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് പറയുന്നതാണ്. നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ, അത്ര അടുത്താണ് ഗൈസ് നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത്. ഞാൻ കിടന്ന് എൻ്റെ പൊന്ന്, ഞാൻ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് ഒരുപാട് തപ്പിലാണ് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്തിയത്. ഓക്കെ, നമ്മുടെ വീടൊന്നും കിട്ടിയ പോലില്ലായിരുന്നു നമുക്ക്. പിന്നെ കേസ് എന്തായാലും ഒരു മണ്ടത്തരമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും കുറച്ച് പരിപാടികളുണ്ട്, അതും കൂടെ ചെയ്യാം. ഇനി ഇഷ്ടംപോലെ പരിപാടി നമുക്ക് ഇന്നിവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കേവിലോട്ട് വന്നു പറഞ്ഞാൽ നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ വന്നതാണ് ഗൈസ്. ഇപ്പോൾ സ്റ്റോണിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരു വലിയൊരു മതിൽ, വീടിൻ്റെ ചുറ്റുമല്ല, ഒരു അത്യാവശ്യം കുറേ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് മൈനിങ് അല്ല മതിൽ കെട്ടാൻ പോവാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഒരു ചുമ്മാ ഒരു ഇതിന് എന്താ വെറുതെ കെട്ടുന്നേ ഉള്ളൂ. ഇതിൽ കുറച്ച് സ്റ്റോൺ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അത് വാരിപ്പറക്കി നമുക്ക് മണ്ടലോട്ട് കയറി പോകാം ഗൈസ്. ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു, അവനിവിടെ പൊട്ടിത്തെറിച്ച് ചത്തില്ല, എന്തായാലും പൊട്ടിത്തെറിച്ച് ജസ്റ്റ് ഒന്ന്. അല്ലെങ്കിൽ ഗൈസ് കുറച്ച് സ്റ്റോണാണ്. ഇവിടെ കോളും ഉണ്ട്. കോള് നമുക്ക് നല്ല ആവശ്യമുള്ള ഗൈസ്. ഇപ്പോൾ കോളും കുറവാണ് നമുക്ക്. കോള് ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. എന്തായാലും ഇവിടുന്ന് സ്റ്റോണും കോളും അയണും കിട്ടുന്ന അയണും ഗൈസ്. പിന്നെ എനിക്കൊരു മണ്ടത്തിന് പറ്റി ഗൈസ്. ഞാൻ അറിയാതെ പിന്നെ റെക്കോർഡിങ് ഒന്നും അറിയാതെ ഒന്ന് കട്ടായിപ്പോയി. ഞാൻ അറിയാതെ ഒന്ന് മാറ്റിയതാണ്. ഞാൻ ഒന്ന് എൻ്റെ മിസ്റ്റേക്ക് എങ്ങനെ പോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്, അത് കട്ടായിപ്പോയി. വോയിസും പോയി, വീഡിയോയും പോയി. അങ്ങനെ എന്തായാലും കുറച്ച് നമ്മൾ 2 സ്റ്റാക്ക് സ്റ്റോൺ അവിടുന്ന് കോബിൾ സ്റ്റോൺ അവിടുന്ന് കളക്ട് ചെയ്ത് 2 സ്റ്റാക്ക് നമ്മൾ കളക്ട് ചെയ്ത് ഞാൻ കുറച്ച് കോൾ എടുത്തിട്ടുണ്ട്. 20 കോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ വെച്ച് നമ്മളെന്തോ സ്റ്റോൺ ആക്കും, കോബിൾ സ്റ്റോൺ എടുത്ത്. പിന്നെ അത് വെച്ച് നമ്മളെന്തോ സ്റ്റോൺ ബ്രിക്കോ അങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കും. അത് വെച്ചാണ് നമ്മൾ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം അവിടെ.
ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഒരു ഡോറും വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഡോറ് വെച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം മെൽറ്റായി ഒരു 5 സ്റ്റോൺ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാ, കുറേ വേണം. ഇതെല്ലാം നൈറ്റും ആയിട്ടുണ്ട്. ഇവിടെ കയറി കിടന്നുറങ്ങാം. നൈറ്റ് ആയില്ലേ, എന്താ കുളിക്കാൻ ആവാത്ത? ഓക്കെ, ഇനി കുറേ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്, ഇഷ്ടം പോലെ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും കിടന്നുറങ്ങി ഞാൻ. ഓക്കെ, നമ്മൾ രാവിലെ എവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു മധുരം എന്ന് പറഞ്ഞാൽ ചെറിയ മധുരമൊന്നുമല്ല, നല്ല പൊക്കം കുറവാണെങ്കിൽ നല്ല ഈ ഒരു 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 എന്താ പറയുക, ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ വീടിൻ്റെ നടുക്കാണ് എൻ്റെ വീട്. പിന്നെ ചുറ്റും മതിലായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു വീതി, നല്ല ഗ്യാപ്പൊക്കെ ഉള്ളതാണ്, നല്ല സ്ഥലമുള്ള വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് വേണമെങ്കിൽ ഇത് വാളാക്കാൻ, എന്തൊരു വാളോ അങ്ങനെ ഉണ്ടല്ലോ പറയുന്നത്, എന്ത് സ്റ്റോൺ വാൾ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കിയല്ല ഞാൻ. ഇത് മതിയായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് പോവാം. ഇത്ര ഹൈറ്റ് വേണ്ടേ? അയ്യോ, ആക്സ് വെച്ച് വിട്ട്, പിക്കാക്സ്. ഓക്കെ, എന്തായാലും ഞാൻ അതാണ് ആലോചിക്കുന്നത്, ഇത് വേണോ അതോ നമ്മുടെ മറ്റേ ബ്രിക്ക് വാൾ, മറ്റേ ഇതിൻ്റെ തന്നെ വാളുണ്ടല്ലോ ചെറിയ, അത് വെക്കാമെന്ന് ആലോചിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും ബിൽഡ് ചെയ്യും, നമുക്ക് എവിടം വരെ പോവാൻ നോക്കുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും എനിക്കെന്തോ അങ്ങനെ തോന്നി, ഇങ്ങനെ ബിൽഡ് ഫുള്ള് എന്നെ ചുറ്റും നടത്തിയിട്ട് അതിൻ്റെ അകത്ത് കുറേ ഫാമുകളും ബിൽഡുകളും കൊണ്ട് നടക്കാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും ഇവിടം വരെ പോകുന്ന പറഞ്ഞോട്. എന്തായാലും ഇതുകൊണ്ടൊക്കെ നമുക്ക് മണ്ടയിലോട്ട് ബിൽഡ് ചെയ്ത് അങ്ങ് പോവാം. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട്. ഇപ്പം നമ്മുടെ 20 എണ്ണേ ഉള്ളായിരുന്നു, അതിപ്പോൾ തീരും. എന്തായാലും ഇപ്പം 8 ആയി, തീരും വരെ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനി 3 എണ്ണം കൂടി എന്തായാലും തീരും. ഇനിയും വേണ്ടി വരും നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാൻ ഗൈസ്. ഇത് ഇനി ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഇഷ്ടം പോലെ ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ എനിക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഞാനിതിപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നില്ല, ചെറിയൊരു സൈഡ് മാത്രം നമ്മളൊന്ന് ചെയ്ത് വയ്ക്കാനേ ശ്രമിക്കുന്നുള്ളൂ. എന്തായാലും ഒരുപാട് ചെയ്യാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ ഉള്ള സാധനങ്ങളൊന്നുമില്ല. എന്തായാലും ഇച്ചിരി ഒന്ന് വളച്ചും ചരിച്ചൊക്കെ വെക്കാം ഗൈസ്. ഇവിടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ പോയി എടുത്തിട്ട് വരാം ഗൈസ്. സ്മെൽറ്റായി കാണും. ഓക്കെ, നമ്മുടെ പിന്നെ ആയിട്ടുണ്ട് 16 എണ്ണം. ഇതുകൂടെ എങ്ങനെയൊക്കെ കൊണ്ട് വെക്കാം, വളച്ചോ തിരിച്ചോ. അങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ ഒരു ലുക്കൊക്കെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇപ്പം നോക്കാനായിട്ട് പോകുന്നു. എന്തായാലും ഇവിടുന്ന് ഗൈസ് അതല്ല ഞാൻ ആലോചിക്കുന്ന, ഈ ഒരു സ്പ്രൂസിൻ്റെ ഇടയ്ക്കെങ്ങനെ വെച്ചാൽ, ഈ സ്പ്രൂസിൻ്റെ വുഡ് എടുത്തിട്ട് നമുക്ക് എന്തായാലും വണ്ടേ പോയി സ്പ്രൂസ് റിമൈൻഡ് ചെയ്യാം ഗൈസ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും ഈ മരം ഒന്ന് വിട്ട് താഴ്ത്തി കുറച്ചിതൊക്കെ വുഡൊക്കെ എടുത്തിട്ട് ഇതാ വരുന്നത് ഗൈസ്. അവിടെ കുറച്ചൊന്ന് വെക്കാൻ നോക്കാം. എന്തായാലും എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ടാറ്റാ, ബൈ ബൈ.